സിനിമാ ലോകം ഈ സംഭവം കഴിഞ്ഞ അന്ന് മുതൽ എല്ലാ സംഘടനകളും എൻ്റെ സംഘടന വെച്ചിട്ട് ബാക്കി എല്ലാ സംഘടനകളിലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല, പ്രൊഡ്യൂസേഴ്സ്, അമ്മ, ഫെബ്ക എല്ലാം അന്ന് ദിലീപിൻ്റെ കൂടെ തന്നെ ഉണ്ടായത്. അതേ സ്റ്റാൻഡ് തന്നെ ഇന്നും ഉള്ളത്. അതിലൊരു മാറ്റമില്ല. അതിൽ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കും വേണ്ട. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കേസിൻ്റെ നമുക്കെല്ലാം ഒരു കേസിന് തുടക്കം മുതൽ ആ കുട്ടിക്ക് ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടുന്നില്ല എന്ന് തോന്നൽ നിങ്ങൾ പത്രമാധ്യമങ്ങളും ഈ ചാനലും അറിയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ കുട്ടിക്ക് ഈ കോടതി നീതി കിട്ടൂല എന്നല്ലേ. അതിൽ കുട്ടീനെ ആവശ്യപ്പെട്ട പറയുന്ന ഈ ഫീമെയിൽ ജഡ്ജിനെ ഏർപ്പാടാക്കിയതും പിന്നെ മാറ്റാൻ കൊടുത്തതെല്ലാം അതിൽ കഴിഞ്ഞുപോയ കഥകളാണ്. പക്ഷെ ഇടക്കാലത്തിൻ്റെ പല സമയങ്ങളിലും കുട്ടിയെ കരഞ്ഞുകൊണ്ട് അവിടെ വിചാരണ കഴിഞ്ഞിട്ട് ഈ 10-20-25 ദിവസത്തോളം വിചാരണ നടത്തിയിട്ട് അവിടെ കരഞ്ഞും കൊണ്ട് ഇറങ്ങി വരുന്ന സമയത്തെല്ലാം ഞാൻ എത്രയോ കേസിൽ വാദിയും പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. പല കേസും ഡൽഹിയിലും ഇവിടെ നടത്തിയ വ്യക്തിയാണ്. ഞാൻ അന്നേരം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിയമ 2 പ്രഗത്ഭമായ വക്കീൽമാർ എൻ്റെ പാനലുണ്ട്. ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ ഒന്നാം പ്രോസിക്യൂഷൻ പോയി, രണ്ടാമത്തെ പ്രോസിക്യൂഷൻ പോയി, മൂന്നാമത്തെ പ്രോസിക്യൂഷൻ വന്ന് ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കേസിൻ്റെ വീക്ക് തുടങ്ങി അങ്ങോട്ട്. ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഈ കുട്ടിയോട് പറഞ്ഞിട്ട് നമുക്ക് പ്രഗത്ഭമായ ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് നിന്റെ വക്കീലായിട്ട് വാദിക്കണം, നിന്റെ വക്കീലിനെ ആരാക്കണം എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടി കേട്ടില്ല. അതിന് പുറമെ ഞാൻ ഇന്ന് നിങ്ങളിപ്പം ഏറ്റവും വലിയ വില കൽപ്പിക്കുന്ന ഇതിൻ്റെ കേസ് അന്വേഷിച്ച മേഡത്തോട് പോയിട്ട് മേഡത്തിൻ്റെ നേരിട്ട് ഞാൻ തിരുവനന്തപുരം ക്യാമ്പസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഡൽഹിയിൽ നിന്നിട്ടോ വലിയ പ്രഗത്ഭമായ വക്കീലിനെ കൊണ്ടുവരാൻ. ദിലീപ് പൈസ കൊണ്ട് ഇട്ട് കളിക്കുകയെന്ന് പ്രഗത്ഭമായ വക്കീൽമാരെ അവൻ രംഗത്തിറക്കുന്നത്. ഡൽഹിയിലായാലും ഇപ്പം രാമൻ വക്കീലൊരു പട തന്നെയാണ്. 10-25-30 വക്കീൽമാരാണ് അവിടെ കേസ് വിചാരണയ്ക്ക് വരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഈ അതിജീവിതൻ്റെ ഒരു എല്ലാ കാര്യവും മേഡത്തോട് അന്വേഷിക്കാണ്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അത് ഞാൻ മേഡത്തിനോട് നേരിട്ട് ഞാൻ തിരുവനന്തപുരം പോയിട്ട് ഞാൻ പറഞ്ഞത് ഒരു വക്കീലിനെ വെക്കണം, നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യാം, ഇത്രത്തോളം പറഞ്ഞിട്ട് അത് ചെവി കൊണ്ടില്ല അങ്ങോട്ട്. ഈ തുടക്കം മുതലേ ഈ അതിജീവിതക്ക് സ്വന്തമായിട്ടൊരു വക്കീലിനെ അതിന് നിയമസാധ്യതയുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. സ്വന്തമായിട്ട് വക്കീലിനെ വെക്കാനും പ്രോസിക്യൂഷന് പുറമെ എത്രയോ കേസിന് സ്വന്തമായിട്ട് വക്കീൽമാർ വെക്കുന്നുണ്ട്. ഒരു കേസ് വക്കീലിനെ വെച്ചിട്ടെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. ഒന്നത്. രണ്ടാമത് ഓരോ സമയത്തും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അടച്ചിട്ട കോടതിയാണെങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും ആ കോടതി കേൾക്കുന്നില്ല. അപ്പോൾ കോടതി തന്നെ ഒരു വൺ സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് തുടക്കം മുതലേ കണ്ടത്. പിന്നെ മാറി വരുന്ന പ്രോസിക്യൂഷന്മാർ, പിന്നെ അവസാനം മൂന്നാമത്തെ പ്രോസിക്യൂഷൻ അജിത് കുമാറും മിനിയാന്ന് പേഴ്സണൽ വക്കീലായിട്ട് വന്നത്. പിന്നെ അജിത് കുമാർ വന്ന് അവിടെ വൻകിട വക്കീലന്മാർ ഇന്നത്തെ ലോകം നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്നതല്ല ലോകം മുഴുവൻ നടക്കുന്ന വലിയ വലിയ കോടിക്കണക്കിന് കൊടുത്തിട്ട് വലിയ വക്കീലന്മാരെ ഇറക്കിയിട്ടാണ് കേസ് നടത്തുന്നത്. അതിന് വിജയവും പരാജയത്തിൽ 100% വിജയം കിട്ടുന്നുണ്ട്, വല്ലപ്പോഴും അതൊന്നും പരാജയം സംഭവിക്കുന്നില്ലോ. ആ സ്ഥാനത്ത് ഈ അതിജീവിത ഇറക്കുന്ന വക്കീലന്മാരും സാധാരണ വക്കീലന്മാർ, വലിയ വക്കീലന്മാരെ ഏതാകത്ത് പോകാൻ പറ്റാത്ത വക്കീലന്മാരാണ് ഉള്ളത്. കോടതി തന്നെ ഇപ്പം നേരത്തെ ഒരു രാമപിള്ള വക്കീൽ വരുന്ന സമയത്ത് ആ ജഡ്ജിനെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ജഡ്ജിൻ്റെ മനോഭാവം എന്താണെന്ന്, ഈ കുട്ടിക്ക് കിട്ടുന്ന നീതി എന്താണെന്നുള്ളത് നമുക്ക് അന്ന് തോന്നി നീതി ഈ കുട്ടിക്ക് കിട്ടൂല എന്നല്ലേ. പക്ഷേ ഈ കുട്ടി പറഞ്ഞിട്ടൊന്നും കേട്ടൂല അങ്ങോട്ട്. നമ്മൾ ഇത്രയും അനുഭവസ്ഥരും സാമ്പത്തികമായിട്ട് വരെ എന്തെല്ലാം ചെലവ് നടത്തിയിരുന്നു വലിയ പ്രകടനമായ വക്കീലിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടും അതും കേട്ടില്ല, സന്ദേഹങ്ങളും കേട്ടില്ല അങ്ങോട്ട്. ഇതാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത്. പിന്നെ ഈ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ അമ്മയായാലും ഫെഫ്കയായാലും മറ്റ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം അത് 90% ദിലീപിൻ്റെ കൂടെയുള്ളത്. അതിൽ ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ കുട്ടിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല.